22 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്തെടുത്ത സിനിമയാണ് നരിവേട്ട. 2003 നടന്ന മുത്തങ്ങ സമരവും വെടിവയ്പുമാണ് സിനിമയുടെ കോർ. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ എന്റെ നാട്ടിൽ അഥവാ വയനാട്ടിൽ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് കുറച്ച് സ്പെഷ്യലായാണ് അനുഭവപ്പെട്ടത്. നരിവേട്ട എന്ന സിനിമയെക്കുറിച്ചുള്ള അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ഭരണകൂടം ഒരു സമരത്തെ അടിച്ചമർത്താൻ, സമരക്കാരുടെ അവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ പോലീസ് എന്ന സംവിധാനത്തെ ഒരു മർദ്ദനോപകരണമായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമായിരുന്നു മുത്തങ്ങ സംഭവം എന്നാണ് നരിവേട്ട എന്ന സിനിമ കാണിക്കുന്നത്. കഥയറിയാതെ ആട്ടം കാണുന്ന സാധാ ജനങ്ങൾക്കിടയിൽ കഥയറിഞ്ഞ ഒരു പോലീസുകാരൻ സ്വന്തം ജീവൻ പണയം വെച്ച് സത്യം വെളിപ്പെടുത്തുന്നു എന്നൊരു കഥയിലൂടെ അന്ന് നടന്ന സംഭവങ്ങൾ കുറച്ച് വൈകിയാണെങ്കിലും ഇന്നത്തെ സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് ഈ സിനിമ. ഒരു സാധാരണക്കാരനായ കുറച്ചൊക്കെ സെൽഫിഷ് എന്ന് കൂടെയുള്ളവരെ കൊണ്ട് വരെ പറയിപ്പിക്കുന്ന നായകൻ ടോവിനോയുടെ ഈ നായകൻ എങ്ങനെ പിന്നീട് സെൽഫ്ലെസ് ആയ ഒരു ആക്ടിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കാണിക്കുന്ന ആ ക്യാരക്ടർ ആർക്കൊക്കെ വളരെ നല്ലതായി തോന്നി. ആദിവാസികളുടെ ഭൂസമരം, മുത്തങ്ങയിലെ കുടിൽകെട്ടി സമരം, CK ജാനു, ഗീതാനന്ദൻ എന്നീ 2 സമര നേതാക്കളെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, ഇതൊക്കെ സിനിമയിൽ വിഷ്വലി നല്ല അക്യൂറേറ്റ് ആയി വന്നിട്ടുണ്ട്. മുത്തങ്ങ സമരം, അന്നത്തെ ആളുകൾക്ക് പൊതുവെ ആ സമരത്തോടുണ്ടായിരുന്ന മനോഭാവം, ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് ചിതറിയ ചിത്രങ്ങളാണ് എന്റെ മനസ്സിലുള്ളത്. 5 ഏക്കർ ഭൂമി ഒരാൾക്ക് എന്നതൊക്കെ ഒട്ടും റീസണബിൾ അല്ലാത്ത ആവശ്യമാണ്, ഇവർ കാട് കയറി കുടിൽ കെട്ടിയത് അഹങ്കാരമാണ് എന്നൊക്കെയായിരുന്നു പൊതുജനങ്ങൾക്കിടയിലും പരിസ്ഥിതി പ്രവർത്തകർക്കിടയിലും പൊതുവായി ഉണ്ടായിരുന്ന സംസാരം എന്നാണ് എന്റെ ഓർമ്മ. CK ജാനു, ഗീതാനന്ദൻ എന്നിവരുടെ ഉദ്ദേശത്തെക്കുറിച്ചും സമരത്തിന്റെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ചുമൊക്കെ ധാരാളം കഥകൾ പത്രങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുമുണ്ടായിരുന്നു. ആദിവാസികളുടെ ഭൂമി വിതരണം മുമ്പേ തന്നെ ഉണ്ടായിരുന്ന ഒരു വാഗ്ദാനമായിരുന്നു എന്നും എന്നാൽ ആ വാഗ്ദാനം നടപ്പിലാക്കാതിരിക്കാൻ ഇരു മുന്നണികളും നിയമ ഭേദഗതി വരെ നടത്തി നോക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഇരു മുന്നണികളും ഒറ്റക്കെട്ടാണെന്നും അതിനെ എതിർത്ത ആദിവാസികൾക്ക് വേണ്ടി അന്ന് സംസാരിച്ചത് KR ഗൗരിയമ്മ മാത്രമാണെന്നും പൊതുജനം അന്ന് അങ്ങനെ കാര്യമായി മനസ്സിലാക്കിയിരുന്നില്ല എന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ പൊതുജനം ആദിവാസികളുടെ അവകാശത്തിനൊപ്പം നിൽക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല എന്നും കരുതാം. സിനിമയിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുന്നതിലൂടെയാണ് അതൊരു കലാപത്തിലേക്ക് മാറുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. പോലീസ് സമരത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായാണ് കാണിക്കുന്നത്. ആദിവാസികൾക്കെതിരെ കയറി മേയാൻ ഒരു രക്തസാക്ഷിയെ വേണമായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ മരിച്ചാൽ അവരെ പിന്നെ വെറുതെ വിടില്ല എന്ന പോലീസ് വികാരത്തെയും പൊതുജനത്തിന്റെ സിമ്പതിയെയും കയ്യിലെടുക്കാൻ കാണിച്ച ഒരു തന്ത്രമാണ് ആ മരണം എന്നാണ് സിനിമ പറയുന്നത്. യഥാർത്ഥ സംഭവത്തിൽ വിനോദ് എന്നൊരു പോലീസുകാരനാണ് മരിക്കുന്നത്. ലഹളക്കിടയിൽ സാരമായ മുറിവ് പറ്റി ചോര വാർന്നാണ് അദ്ദേഹം മരിച്ചത്. അയാളെ ശുശ്രൂഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ പോലീസുകാരോട് തങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു എന്നാണ് സമരക്കാർ അന്ന് പറഞ്ഞത്. ഒപ്പം സമരക്കാർക്കിടയിൽ നിന്ന് ജോഗി എന്ന യുവാവ് മരിച്ചതായി വാർത്ത വന്നു. എന്നാൽ മരിച്ചത് ഒരാളല്ല. ഈ സമരത്തിനു ശേഷം കാണാതായ, പിന്നീട് ഊരിൽ തിരിച്ചെത്തിയിട്ടില്ലാത്ത 4 പേര് വേറെയുമുണ്ടെന്ന് പിന്നീട് ചില മനുഷ്യാവകാശ പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നു. സിനിമാ സമരത്തെ, അവിടെ നടന്ന ക്രൂരതയെ, അതിന്റെ ഇന്റൻസിറ്റിയൊക്കെ വളരെ ആത്മാർത്ഥമായി വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചതുപോലെയാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. പ്രകടനത്തിലേക്ക് വന്നാൽ ചേരന്റെ കഥാപാത്രം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒന്നാണ്. ടോവിനോയുടെ നായക കഥാപാത്രം ബഷീർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരാജ്, CK ജാനുവിന്റെ ക്യാരക്ടർ ബേസ് ചെയ്ത CK ശാന്തിയായി വന്ന ആര്യ സലീം, ഗീതാനന്ദന്റെ ക്യാരക്ടർ ബേസ് ചെയ്ത് വന്ന മധു എന്ന കഥാപാത്രം ചെയ്ത പ്രശാന്ത് മാധവൻ, ഇവരുടെയൊക്കെ മനസ്സിൽ തറയ്ക്കുന്ന പ്രകടനമായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ ആ ഒരു കറുത്ത അധ്യായത്തെ ധൈര്യപൂർവ്വം സ്ക്രീനിലേക്ക് എത്തിച്ച സംവിധായകൻ അനുരാജ് മനോഹറും പ്രശംസ അറിയിക്കുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി, വിഷ്വൽസ് ഒക്കെ ഗംഭീരമായിരുന്നു. എത്ര വലിയ അവകാശ സമരങ്ങളെയും അടിച്ചമർത്താൻ ചെറിയ ചില മാനിപ്പുലേഷൻസ് മതി എന്നൊരു ഞെട്ടിക്കുന്ന തിരിച്ചറിവ് ഈ സിനിമ നൽകുന്നുണ്ട്. സമരക്കാരും പോലീസും തമ്മിലുള്ള ഡൈനാമിക്സ് പതുക്കെ പതുക്കെ മാറുന്നത് സിനിമയിൽ കാണിച്ച രീതിയും ഗംഭീരമായിരുന്നു. സമരക്കാർക്ക് വേണ്ടി മുത്തങ്ങ കാട്ടിൽ കാവൽ കിടക്കേണ്ടി വരുന്ന പോലീസുകാരുടെ ഫ്രസ്ട്രേഷനിൽ നിന്ന് അത് ഗ്രാജുവലായി മാറി തങ്ങളിൽ ഒരാളെ കൊന്നവരെ വെടിവെച്ചും അടിച്ചൊതുക്കിയും ഓടിപ്പിക്കുന്ന പകയായി മാറുന്നത് സിനിമയിൽ വളരെ എഫക്റ്റീവായി കാണിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദിവാസി സമൂഹത്തോട് ഇത്ര വലിയൊരു അക്രമം ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. ആ തിരിച്ചറിവിന് ഈ സിനിമ സഹായിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമയും ചരിത്രം തന്നെ. സിനിമയിലെ നായകൻ വർഗീസ് നമ്മൾ പ്രേക്ഷകരുടെ ഒരു പ്രതിനിധിയാണെന്നാണ് എനിക്ക് തോന്നിയത്. തുടക്കത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഇത്തിരി സെൽഫിഷായ നായകൻ, എന്താ ഒരു ദൃക്സാക്ഷിയെ കിട്ടിയാൽ പുളിക്കുമോ എന്ന് ചോദിക്കുന്ന നായകൻ, അതിലൂടെ തനിക്കൊരു ജോലി കിട്ടിയാൽ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. എന്നാൽ സത്യം മനസ്സിലാക്കുമ്പോൾ നായകന് സമരക്കാരോട് എമ്പതൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുത്തങ്ങ സമരത്തെക്കുറിച്ച് നമ്മൾ സാധാരണക്കാരും അത്രയ്ക്ക് അജ്ഞരാണ്. പലപ്പോഴായി വന്ന വാർത്തകൾ മാത്രം കണ്ട് അത് വിശ്വസിച്ച് നിസ്സംഗരായിരുന്നവരാണ് നമ്മൾ. ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നായകനെ പോലെ സത്യം മനസ്സിലാക്കി നമ്മളും ആ സമരത്തോട് എമ്പതൈസ് ചെയ്യുമെന്ന് സംവിധായകൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. റിയൽ സംഭവത്തെ ഫിക്ഷണലൈസ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾക്കിടയിൽ ഈ സിനിമ നല്ലൊരു സിനിമ എന്ന രീതിയിൽ അറിയപ്പെടുമെന്ന് തന്നെ കരുതുന്നു. എന്താണ് നരിവേട്ട എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.